അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ നമ്മുടെ ഇസ്ലാമിക് സ്പീച്ച് എന്ന് പറയുന്നത് വിഷയം ഖബറിലെ ചോദ്യത്തെക്കുറിച്ചും ഖബറിലെ ശിക്ഷയെക്കുറിച്ചുമാണ് പറയുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി ഖബറിൽ ശിക്ഷയില്ല, ഖബറിൽ അദാബില്ല, ഖുർആനിൽ ഒട്ടും തെളിവില്ല, ഹദീസിലില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും യൂട്യൂബിലുമൊക്കെ കാണാനും കേൾക്കാനും കഴിയുന്നു. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഖബറ് അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ മഹ്ശറ, നരകം, സ്വർഗം ഒക്കെ തന്നെ അദൃശ്യമായ കാര്യങ്ങളാണ്, ഗൈബാണ്. ഗൈബിൽ വിശ്വസിക്കുന്നവന് മാത്രമേ സത്യവിശ്വാസിയാകുള്ളൂ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. സൂറത്ത് അൽ-ബഖറയിലെ 2-ാമത്തെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഈ പറയുന്നത് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ് അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത്. അതാണ് ഖബറ്, ഖബറിലെ ശിക്ഷ, മഹ്ശറ, സ്വർഗം, നരകം, ഇതൊക്കെ അദൃശ്യമായ കാര്യങ്ങളാണ്. അതിൽ വിശ്വസിക്കുന്നവനാണ് സത്യവിശ്വാസി. അതിലൊന്നും വിശ്വാസമില്ലാതെ നിസ്കാരവും മറ്റൊക്കെ ചെയ്യുക, ഈ കാര്യങ്ങളൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്നവൻ യഥാർത്ഥത്തിൽ സത്യവിശ്വാസി അല്ല. അപ്പോൾ സത്യവിശ്വാസി ആവണമെങ്കിൽ ആദ്യമായിട്ട് എന്ത് വേണം? അദൃശ്യമായ കാര്യങ്ങൾ, ഗൈബായ കാര്യങ്ങൾ വിശ്വസിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് ഖബറും, ഖബറിലെ ജീവിതവും ശിക്ഷയും, അങ്ങോട്ടെല്ലാ കാര്യങ്ങളും. പരിശുദ്ധ ഖുർആനിലെ യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറത്തി എന്നുള്ള ഒരു ആയത്തിറങ്ങി. അത് 14-ാമത്തെ അധ്യായമായ ഇബ്രാഹിം സൂറത്തിലെ 20-ാമത്തെ ആയത്താണ്. ഇത് ഇറങ്ങാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി വഫാത്തായി. ആ കുട്ടിയുടെ ഖബറടക്ക ചടങ്ങ് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന് ഇരുന്നു കൊണ്ട് വന്നഹു മുർലിയം ഫിൽ ജന്നത്തി, എൻ്റെ കുട്ടിയെ സ്വർഗത്തിൽ നിന്ന് മുലയൂട്ടും പാലൂട്ടും എന്ന് പറഞ്ഞ് പ്രവാചകൻ ആ ഖബറിൻ്റെ അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞ് കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഖബറടക്ക ചടങ്ങിൽ സഹാബികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും ഉണ്ട്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കുട്ടിയുടെ ഖബറിന് ഇരുന്ന് ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ബക്ക ഉമറു കബുക്കായി തിഫിൽ, കുട്ടികൾ കരയുന്നത് പോലെ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? മാ യബ്കിക ഉമറു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഇങ്ങനെ ഉച്ചത്തിൽ കരയുന്നത്, കുട്ടികൾ കരയുന്നത് പോലെ. നബിയെ, ഒരു ചെറിയ കുട്ടിയുടെ കാര്യത്തിൽ ഖബറിലെ ശിക്ഷയെക്കുറിച്ചും ഖബറിലെ അദാബിനെക്കുറിച്ചും ആലോചിച്ച് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഉമറായി കിടക്കുന്ന ഈ ഉമർ എൻ്റെ ഖബറിലെ ശിക്ഷ, എൻ്റെ ഖബറിലെ അദാബ് എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഇറങ്ങിയ ആയത്താണിത്. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറ. ഈ ലോകത്തും പരലോകത്തും സത്യവിശ്വാസികൾക്ക് ഉറച്ച വാക്കുകൾ കൊണ്ട് അള്ളാഹു ഉറപ്പിച്ചു കൊടുക്കും. സ്ഥൈര്യവും ധൈര്യവും നൽകും. ഒരു കാര്യം നാളെ ഇടയിൽ നിന്ന് പറയണമെങ്കിൽ എന്ത് വേണം? നല്ല എന്താ പറയുക, സഭാകമ്പം തീരാന്ന് പറയും, ധൈര്യം വേണം, നല്ല വാക്കുചാതുര്യം വേണം. ഈ വാക്കുചാതുര്യവും ധൈര്യവും എല്ലാം തന്നെ അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് കൊടുക്കും. എവിടുന്ന്? ആദ്യം അതിൻ്റെ തുടക്കം ഖബറാണ്. ആ ഖബറിൽ നിന്ന് തന്നെ അത് നൽകും, കിട്ടുമെന്ന് സത്യവിശ്വാസികൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയത്. അപ്പോൾ ഖബറിൽ ശിക്ഷയുണ്ടോ, ചോദ്യമുണ്ടോ എന്നുള്ളത് ഖുർആനിൽ തെളിവുണ്ട്. 14-ാമത്തെ അധ്യായമായ സൂറത്ത് ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്ത്. ഇനിയൊരു തെളിവുണ്ട്, കണ്ടോ? അന്നാറു യുറദൂന അലൈഹ ഉദുവൻ വശിയൻ വയൗമ തഖൂമു സ്സാഅത്തു അദ്ഖിലു ആല ഫിർഔന അഷദ്ദൽ അദാബ്. അത് ഫിർഔനെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്താണ് ഈ പറയുന്നത് കേട്ടോ. എന്താ പറയുന്നത്? രാവിലെയും വൈകുന്നേരവും നരകം അങ്ങനെ പ്രദർശിപ്പിക്കുന്നു. നരകം അങ്ങനെ കാണിച്ചു കൊടുക്കുകയല്ല, ആ നരകത്തിൻ്റെ ശിക്ഷ അവർ അനുഭവിക്കുന്നു. ഖബറിൽ നരകീയമായ ശിക്ഷ ഫിർഔനും ഫിർഔൻ്റെ ആൾക്കാർക്കും അത് അല്ലാഹു തആല രാവിലെയും വൈകുന്നേരവും ഒരു കാണിച്ചു കൊടുക്കും. ആ കാണിച്ചു കൊടുക്കൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അന്ന് പറയും അദ്ഖിലു ആല ഫിറൗന അഷദ്ദുൽ അദാബ്. ഇനി ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷയുണ്ട്,
ശാശ്വതമായ നരകവും സ്വർഗവും. ഇപ്പോൾ ബർദഹിയായ ലോകത്താണ്. ഖബർ എന്ന് പറയുന്നത് എന്താണ്? ഒമിൻ വറായിയും ബർദഹുമിലായി ഒമിൻ യുബാസു എന്നാണ്. അതൊരു ലോകാവസാനം വരെ ഒരു മറയുടെ പിന്നിലാണ്, ഒരു മറയാണ് ബർദഹിയായി എന്ന് പറയുന്നത്. അതിൽ നരകീയ അനുഭവവും സ്വർഗീയ അനുഭൂതികളും അനുഭവിക്കും. അപ്പോൾ ഈ രണ്ട് ആയത്തുകൾ കൊണ്ട് തന്നെ എന്തുണ്ട്? ഖബറിൽ ശിക്ഷയുണ്ട്, ചോദ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നത് കേട്ടിട്ട് കുട്ടിയുടെ കാര്യത്തിൽ അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഇനി ഒരു ഹദീസ് പഠിക്കും മനസ്സിലാവും. എന്താണ്? അനിൽ ബറാഇ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ഖാല ബൈനമാ നഹ്നു മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആയപ്പോൾ ഇത് ബസറ ബി ജമാഅത്തിൻ, ഒരു ജമാഅത്ത് സംഘത്തെ കണ്ടു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അലാമ ഇജ്തമ ഹൗലായി, എന്താണ് അവിടെ കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഖീല അല ഖബരിഹി യഗ്ഫിറൂന, അവരൊരു കവറടക്ക ചടങ്ങിൽ പങ്കുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു ജനാസ കവറടക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങോട്ട് പറഞ്ഞു. ഫസ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളപ്പോൾ പേടിച്ചു, അല്ലെങ്കിൽ ആശങ്കയായി എന്നൊക്കെ അർത്ഥമുണ്ട്. ഇങ്ങോട്ട് എന്ത് ചെയ്തു? ബദറ ബൈനൽ അസ്വാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയുടെ അടിയിലൂടെ അങ്ങോട്ട് അസ്ര മുസ്രിയൻ വേഗത്തിൽ അങ്ങോട്ട് പോയി. അത്താ ഹിന്ദാഹില ഖബരി, അങ്ങനെ ആ ഖബറിൻ്റെ അവിടെ എത്തിയിട്ട് ജസ്സ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിൻ്റെ അവിടെ മുട്ടുകുത്തിയിരുന്നിട്ട് ബക്ക കരഞ്ഞു. അപ്പോൾ ബക്ക കരഞ്ഞു. എന്തിനാണ് കരയുന്നത്? ഖബറിലെ ശിക്ഷയും അതാവിനെയും ആലോചിച്ചിട്ടാണ് കരയുന്നത്. എന്നിട്ട് ബല്ല സറാ മിൻ ദുമൂഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന ആ ഭാഗത്ത് നബി കരഞ്ഞിട്ട് താടി നനഞ്ഞ് താടിയിൽ നിന്ന് വെള്ളം ഉറ്റിയിട്ട് അവിടെ നിലത്ത് ഭൂമി മഴ പെയ്തിട്ട് നനഞ്ഞതുപോലെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ കണ്ണീര് വീണിട്ട്. എന്തിനാണ് കരയുന്നത്? ഖബറിലെ ശിക്ഷയെയും അതാവിനെയും കുറിച്ച് ആലോചിച്ച്. സുമ്മാക്കുവൽ അലൈന, പിന്നെ ഞങ്ങളെ നേരം തിരിഞ്ഞിട്ട് ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഐ ഇഖ്വാനിയ, എൻ്റെ സഹോദരന്മാരെ, ലി മിസ്രി ഹാദൽ യൗമു ഫായിദു, ഇതേപോലത്തെ ദിവസം നിങ്ങൾക്കും വരുന്നുണ്ട് കേട്ടോ, അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാവണമെന്നൊരു മുന്നറിയിപ്പ് അവിടെ വെച്ച് ഖബറിങ്ങൽ വെച്ചിട്ട് ഒരു ഉപദേശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിലെ ശിക്ഷയുടെ ഗൗരവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, പഠിക്കണം, അതിനുവേണ്ടി തയ്യാറാവണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതാ ഇനിയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവൻ്റെ അടിമയായ ഹാനി മൗല പറയുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാന ഉസ്മാനു ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അറുല്ലാഹു, ഏറ്റവും കൂടുതൽ തൃപ്തിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും തൃപ്തിപ്പെട്ട, തൻ്റെ ദുന്നൂറൈൻ എന്നുള്ള പേര് ലഭിച്ച, തൻ്റെ രണ്ട് മക്കളെ വിവാഹം ചെയ്യാൻ അവസരം ലഭിച്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ ഖലീഫയും അതുപോലെ തന്നെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷത്തെ അറിയിക്കപ്പെട്ടിരുന്ന മൂന്നാളുമായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അവന് മൗല പറയുകയാണ്. എന്താ പറയുന്നത്? റളിയല്ലാഹു അൻഹു ഇതാ വഖഫല ഖബരി, ഖബറിങ്ങ ചെന്ന് നിന്നാൽ, ഖബർ കണ്ടാൽ ഫബഖ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? കരയും. ഫഖാല ഖബരി യബ്കി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയും. ഹത്താ തബുല്ല ലഹ്യതുഹു, താടി നനയുന്നത് വരെ ഖബർ കണ്ടാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയും. ഇതാ വഖഫല ഖബരി യബ്കി ഹത്താ തബത്തല്ല ലഹ്യതുഹു, താടി നനയുന്നത് വരെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ കരഞ്ഞിരുന്നു. ഫഖീല, ചോദിക്കപ്പെട്ടു, ലഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട്, തദക്കറുൽ ജന്ന വന്നാർ ഫലാ തബ്കി, സ്വർഗവും നരകവും കണ്ടാൽ താങ്കൾ ഇങ്ങനെ കരയാറില്ലല്ലോ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ആദ്യത്തെ വീട് ഖബറാണ്. അതിൽ വിജയിച്ചാൽ ഫൈൻ നജാമിൻഹു, ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറ മിന്നു, അതിനുശേഷമുള്ള എല്ലാ വിഷയങ്ങളും എളുപ്പമായിരിക്കും. ഫൈൻ ലം യൻജഹു മിന്നു, അതിൽ വിജയിച്ചില്ലെങ്കിൽ ഫമാ ബഅദു അശുദ്ധ മിന്നു, അതിനുശേഷമുള്ള എല്ലാ വിഷയത്തിലും കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ മയസറ, അതുപോലെ തന്നെ മീസാന്, ഹിസാബ്, സിറാത്ത് എല്ലാം എളുപ്പമായി സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ കടമ്പ ഖബറാണ്. ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റുള്ള എല്ലാ കടമ്പകളും നിഷ്പ്രയാസം കടന്ന് സ്വർഗത്തിലേക്ക് പോകാം. അപ്പോൾ ഖബറിൽ നല്ല ഒരു കടമ്പയുണ്ട്, ശിക്ഷയും രക്ഷയും ഒക്കെയുണ്ട്. ശിക്ഷയുണ്ട്, അതുപോലെ തന്നെ ഗുണവുമുണ്ട്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും കരഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പോൾ ഖബറിൽ ചോദ്യമുണ്ട് എന്നുള്ളതിന് മാത്രമാണ് ഇത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകനെക്കുറിച്ച് പറയുകയാണ്,
എന്താ സ്മറഫറന്ന് പറയുന്നത്? സയ്യിദുന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ. ചോദിച്ചു എന്താണ് എപ്പോഴും ഇത് കണ്ട് വിലപിക്കുവാൻ യാ സയ്യിദി വിറകൊണ്ട്. നരകത്തെ ഓർത്താൽ പോലുമില്ലത് തങ്ങളിൽ, അതിലുപരിയാണ് ഖബർ കണ്ടാൽ നിങ്ങളിൽ. തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ, പരലോകത്തേക്കുള്ള വഴി ആദ്യം ഇതാ. ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാൽ എപ്പോഴും വൻ നഷ്ടമാണ്. അപ്പോൾ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ എല്ലാം എന്താണ് വളരെയധികം രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞിട്ട് ഭൂമിയിൽ നനഞ്ഞു, മണ്ണ് നനഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ എപ്പോഴും കരഞ്ഞുകൊണ്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖബറിനെ കുറിച്ച് കേട്ടാൽ കരഞ്ഞുകൊണ്ടാണ്. ഖബറെന്ന് കേട്ടാൽ തൽച്ചണഞ്ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മനസ്സിലായാലോ? അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ എന്തുണ്ട്? ഖബറിൽ ശിക്ഷയുണ്ട് എന്നുള്ളതിന് തെളിവുകൾ ധാരാളമുണ്ട്. ഇനിയും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഖബറിലെ ശിക്ഷയെക്കുറിച്ച് കേട്ടോ. എന്താണ്? അൻ ബറാഇ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്ത്. അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് ഈ ലോകത്തും പരലോകത്തും ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറപ്പിച്ചു കൊടുക്കും, സ്ഥൈര്യവും നൽകും. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഖാല നസലത്ത് ഫി ഹാദിൽ ഖബരി അദാബിൽ ഖബരി. ഈ ആയത്തിറങ്ങിയത് ഖബറിലെ അദാബിനെ സംബന്ധിച്ചാണ്. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്ത്. അതാണ് സാബിത്ത്, അതാണ് തസ്ബീത്തിനെ ചോദിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഖബറാളിക്ക് വേണ്ടി നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കൂ. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറൻ ജംബൈഹി, അല്ലാഹുമ്മ ഫിർലു വറഹമു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫദൈൽ. പല കാര്യങ്ങളും പറയുന്നുണ്ട്. അല്ലാഹുവേ ഈ മയ്യത്തിന് തസ്ബീത്ത് ധൈര്യം കൊടുക്കണേ. ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉറച്ച വാക്കുകൾ കൊണ്ട് പറയുവാനുള്ള സ്ഥൈര്യവും നൽകണേ. അതിലെ മറുപടി അൽഹിം, മനസ്സിൽ തോന്നിപ്പിക്കണേ. അൽഹിമുൽ ജവാബ്, ഖബർ വിശാലമാക്കണേ, കരുണ ചെയ്യണേ, മഗ്ഫിറത്ത് നൽകണേ, എല്ലാ പേടിയിൽ നിന്നും നിർഭയമാക്കണേ എന്നെല്ലാം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ തസ്ബീത്ത് ചോദിക്കാൻ പറഞ്ഞാൽ ഈ യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്ത്, അതാണ് തസ്ബീത്തിന്. ആദ്യം ശിക്ഷയിൽ നിന്ന് വിഷമത്തിന് രക്ഷപ്പെടാനാണ് തസ്ബീത്തിനെ നമ്മൾ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നസലത്ത് ഫി ഹാദിൽ ഖബർ യുഖാലുഹു. ആദ്യം ചോദിക്കുക എന്താണ്? മൻ റബ്ബുക, നിൻ്റെ റബ്ബാനാണെന്ന് ചോദിച്ചാൽ യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്താണെങ്കിൽ ആ മയ്യത്ത് പറയും അല്ലാഹു റബ്ബി. മറ്റവൻ്റെ കാല് വിറക്കും, പറയാൻ കഴിയുകയില്ല, നാവിടരും, ധൈര്യവും സ്ഥൈര്യവുമില്ല. മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ അല്ലാഹു റബ്ബി. ഫയഖൂൽ റബ്ബി അല്ലാഹ് വ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഫദാലിക ഖൗലു അസ്സ വജല്ല യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറത്തി എന്ന് പറയുന്നത് ഈ സത്യവിശ്വാസികൾക്ക് അള്ളാഹു സ്ഥൈര്യവും ധൈര്യവും ഒക്കെ നൽകുമെന്ന് പറയുന്നത് ഖബറിലുള്ള ഈ ചോദ്യത്തിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഖബറിൽ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി ആണ് നമ്മൾ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതാണ് തസ്ബീത്ത്. ഇനി അനസ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിയ സൗത്തൻ മിൻ ഖബരി. ഒരു ഖബറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ശബ്ദം കേട്ടു. മത്താ മാത്ത അതാ, ആ ഖബറാളി എപ്പോൾ മരിച്ചതാണ്? ഖാലു, അപ്പോൾ സഹാബികൾ പറഞ്ഞു, മാത്തഫിൽ ജാഹിലിയ കാലത്ത് മരിച്ച ഒരു ഖബറാളിയാണ് അത് എന്ന് പറഞ്ഞു. അപ്പോൾ സുറബി ദാലിക, അപ്പോൾ നബിയാത്തിന് സന്തോഷിച്ചു എന്നാണ്. മുസ്ലിങ്ങൾ ജാഹിലിയ കാലത്തെ സംഭവമല്ലേ ചെയ്തു. അപ്പോൾ കാല ഇങ്ങോട്ട് പറഞ്ഞു, ലൗലാൻ തദാഫനു ലദഅവത്തല്ലാഹ അൻ യുസ്മഅകും ബിഅദാബിൽ ഖബർ. നിങ്ങൾ പരസ്പരം ഒരാൾ മരിച്ചാൽ ജീവിച്ചിരിക്കുന്നവർ ഖബറടക്കുക എന്നുള്ള ആ സമ്പ്രദായം, ആ രീതി ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഖബറിലെ ശിക്ഷ കേൾപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? നമ്മളെ മഹലിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് കവറടക്കൽ, തസ്ബീത്ത് നമസ്കരിക്കൽ, കവറടക്കൽ, തസ്ബീത്ത് ചെല്ലലൊക്കെ ആ മഹലിലെപ്പെട്ട സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. ഫർള് കിഫയാണ്, സാമൂഹ്യമായ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ ഒരു മയ്യത്തിന് ജനാസയിൽ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുത്താൽ ഖീറാത്താനി കൂലിയുണ്ട്. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹദ് മലയോളാണ്. 2 ഖീറാത്താനി, 2 ഉഹദ് മലയോളത്ര കൂലി ഈ മയ്യത്തിൻ്റെ ജനാസയിൽ പങ്കെടുത്ത ആൾക്കാർക്ക് ലഭിക്കും. അപ്പോൾ അവിടെ ശ്രദ്ധേയമായ കാര്യം എന്താ വെച്ചാൽ, ഈ ഖബറാളി ശിക്ഷ അനുഭവിക്കുന്നത്, ശിക്ഷ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ കേട്ടാൽ
നമ്മളൊക്കെ ബോധം കെട്ട് വീഴും, തളരും. പിന്നെ ഈ മരിക്കുന്നവരെ കബറടക്കാൻ ആൾക്കാരുണ്ടായിരിക്കുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് ലൗല, ഇങ്ങനത്തെ ഒരു രീതി അല്ലായിരുന്നുവെങ്കിൽ, ലാ തദാഫനു ലൗല അല്ലാ തദാഫനു ലദഅവത്തുല്ലാഹ അൻ യുസ്മഅക്കും അദാബൽ ഖബർ, ഖബറിലെ ശിക്ഷ നിങ്ങൾക്ക് കേൾപ്പിക്കണേ എന്ന് ഞാൻ ദുആ ചെയ്യുമായിരുന്നു. പക്ഷേ അത് കേട്ടാൽ വിഷമമാണ്. അതുകൊണ്ടാണ് ഞാൻ ദുആ ചെയ്യാത്തതും, അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാത്തതും. നിങ്ങളല്ലാത്ത മനുഷ്യരും ജിന്നുകളും ഒഴിച്ച് എല്ലാ ജീവജാലങ്ങളും അത് കേൾക്കുമെന്നും മറ്റു ഹദീസുകളിൽ കാണാനുണ്ട്. അൻ ബറാഇ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അൻ അബി അയ്യൂബ് റളിയല്ലാഹു അൻഹു ഖാല ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. ബഅദമാ ഗുരിബത്തി ഷംസ്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരു വഴിക്ക് പുറപ്പെട്ടു. വസമിയ സൗത്തൻ, അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ഫഖാല യഹൂദു തുഅദ്ദിബു ഫീ ഖുബൂരിഹ, യഹൂദികൾ ഖബറിൽ ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഖബറിൽ ശിക്ഷയുണ്ട്, യഹൂദികളെയും ശിക്ഷിക്കും. അതുപോലെ തന്നെ പിന്നെ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതാ കുബിറൽ മയ്യത്തു, ഒരു മയ്യത്തിനെ കബറടക്കപ്പെട്ടാൽ, ഔ ഖാല അഹദുക്കും അതാഹു മലക്കാനി, അവിടെ രണ്ട് മലക്കുകളിൽ വരും. രണ്ട് മലക്കുകൾ വന്നിട്ട് അസ്വദാനി വ അസ്റഖാനി, നീലക്കണ്ണുകളുള്ള കറുത്ത രണ്ട് മലക്കുകൾ വരും. അൽ മുങ്കർ, അവരുടെ പേര് മുങ്കറും അൽ ആഹർ അൽ നക്കീർ, നക്കീറുമാണ്. അപ്പോൾ യക്കൂലാനി, അവർ രണ്ടുപേരും പറയും, മാ കുന്ത തെക്കുൽഫി ഹാദൽ റജുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു കൊടുക്കും. അത് ഏത് രൂപത്തിലാണെങ്കിൽ ചിലപ്പോൾ ഫോട്ടോമാകാം, എങ്ങനെയായാലും പ്രവാചകനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും, ഈ ആളെക്കുറിച്ച് നീ എന്താണ് പറയുക, ഈ ആളെക്കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്. അപ്പോൾ പറയും, അപ്പോൾ യക്കൂലു മാ കാന യക്കൂല്, ഈ ലോകത്ത് പറഞ്ഞിരുന്നമായി തന്നെ പറയും, എന്താ ഹുവ അബ്ദുല്ല, അള്ളാഹുവിൻ്റെ അടിമയാണ്, റസൂലു, പ്രവാചകനാണ്, അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള തൗഹീദ് ഉച്ചരിക്കുകയും ചെയ്യും. ഫയഖൂലാനി, അപ്പോൾ രണ്ട് മലക്കുകൾ പറയും, കത് കുന്നാൻ ഏലമു അന്നക്ക തെക്കൂൽ ഹാദ, നിങ്ങൾ ഇങ്ങനെ പറയുമെന്ന് ഞങ്ങൾക്കറിയാം, സത്യവിശ്വാസിയാണല്ലോ, അല്ല ഞങ്ങൾക്കറിയാം, എന്നാലും ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ പറയും, സുമ്മ യുഫ്സുലു ഫി ഖബരി, പിന്നെ ഖബർ വിശാലമാക്കും. ശബഊന ദിറാഅൻ ഫി സബഈന, 70 മുഴം നീളവും 70 മുഴം വീതിയും ഖബർ വിശാലമാക്കാൻ പറയുക. അങ്ങനെ ഖബർ വിശാലമായി കൊടുക്കുകയും ചെയ്യും. സുമ്മ യുനവ്വിറുലഹു ഫിഹി, പിന്നെ ആ ഖബറിനെ പ്രകാശിപ്പിക്കും. സുമ്മ യുഖാലു, പിന്നെ ആ ഖബറാളിയോട് പറയും, നീ ഉറങ്ങിക്കോ, നീ ഉറങ്ങിക്കോ. ഫയഖൂലു, അപ്പോൾ ആ ഖബറാളി പറയും, അർജു ഇലാ അഹ്ലി, എൻ്റെ അഹ്ലുകാരിലേക്കൊന്ന് ഞാൻ പോയാലോ, എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, നാട്ടിലേക്ക് ദുനിയാവിലേക്ക് മടങ്ങാൻ. കാരണം ഇവിടെ അത്രയും സുഖസൗകര്യം കണ്ടല്ലോ. ഫഹബറഹും, അവരോട് ഈ കാര്യങ്ങൾ പറയാനാണ്. യക്കൂലാനി, അപ്പോൾ രണ്ട് മലക്കളും പറയും, കനൗമത്തിൽ അറൂഷ്, നീ പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെയാണ്, ഉറങ്ങിയാൽ മതി, സന്തോഷത്തോടു കൂടി. ആദ്യത്തെ രാത്രിയാണ്, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രാത്രി പറയില്ലേ, എന്നതുപോലെ ഖബറാളിയുടെ ആദ്യത്തെ രാത്രിയാണ്. മണവാളൻ ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങണമെന്ന് പറയും. ആ സമയത്ത് അപ്പോൾ ആ സമയത്തുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓമനില്ലതില്ല യൂക്കിലു ഇല്ല ഹബ്ബ ഇല്ല അഹ്ലി, ഈ ഖബറാളിയെ അയാൾ ഇഷ്ടപ്പെട്ട ഒരാളല്ലാതെ, അയാളെ കുടുംബത്തിലെ ഇഷ്ടപ്പെട്ട ഒരാളല്ലാതെ പിന്നെ ഉണർത്തുകയില്ല. ഹത്താ യബ്അസുല്ലാഹു മിൻ മദ്ജഹി, അതായത് ലോകാവസാനം വരുന്നത് വരെ ആ വകാനമിൻ വറായിഹിം ബർസഹും ഇലാ യുബ്അസു എന്ന് പറഞ്ഞില്ല സൂറത്ത് മൂമിൽ, ആ മറക്ക് പിന്നിൽ അവരങ്ങനെ അവിടെ കടന്നുകൊണ്ട് ജീവിക്കുകയാണ് ആ ഖബർ. അവിടെ ഈ സമയത്ത് തന്നെ വളരെ സുന്ദരനായ ഒരാളെ അവിടെ ചെല്ലും, നല്ല സുന്ദരനായ ഒരാളെ കാണും. അപ്പോൾ ഈ ഖബറാളി ചോദിച്ചു, മൻ അന്താ, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സുന്ദരനായ ഭംഗിയുള്ള ആളെ, നല്ല സുഗന്ധദ്രവ്യം അടിച്ച് വീശുന്ന ഭംഗിയുള്ള ഒരാളുണ്ട്, അവിടെ ചോദിക്കും, മൻ അന്താ, നീ ആരാണ്. അപ്പോൾ ആ വ്യക്തി പറയും, അന അമലുക്ക സ്വാലിഹ്, ഞാൻ നിൻ്റെ സ്വാലിഹായ അമലുകളാണ്, നീ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളാണ് നിൻ്റെ കൂട്ടിന് സാലിഹായ സൽക്കർമ്മങ്ങളാണെന്ന് ആ സമയത്ത് അത് പറയും. അതേ സമയത്ത് ഇതാ പറയുന്നത് മറ്റോ കൂടി പറയും, സമയത്തുന്നാസ് യക്കൂന്ന ഫക്കുൽത്ത് മിസ്ലു ലാ അതിരി. മുനാഫിക്കൻ അതുപോലത്തെ ബഹുദൈവ വിശ്വാസികളോടൊക്കെ ഇത്തരത്തിലുള്ള പ്രവാചകനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്കൊന്നും അറിയുകയില്ല എന്ന് പറയും. അപ്പോൾ അവരോട് പറയും, യക്കൂലാന് കത് കുന്നാൻ ഏലമു അന്നക്ക തെക്കൂൽ താരിക്ക, നീ ഇങ്ങനെ തന്നെ പറയുകയാണ് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഫയക്കൂലു പറയില്ല, അറിയില്ല ഭൂമിനോട് പറയും, അൽ തമി അലേഹി
ഭൂമിയോട് അദ്ദേഹത്തെ കുടുസാക്കാൻ പറയും. ഇവിടെ വിശാലമാക്കാൻ പറഞ്ഞു സത്യവിശ്വാസി, സത്യനിഷേധി മുനാഫിക്കുമാണെങ്കിൽ ആ കബറിനെ കുടുസാക്കാനും പറയും. അങ്ങനെ കബർ കുടുസാവും. ആ കുടുസാകുമ്പോൾ വാര്യലുകൾ തമ്മിൽ കോർക്കും. അത്തരത്തിലുള്ള കബർ അങ്ങോട്ട് ഞെരിക്കും ഈ കബറാളിയെ. ഫലാ ഇസാലുഫിയ മുഅദ്ദിബൻ ഹത്ത യബസുല്ലാഹു ഇലാ മിൻ മൽജഹി, ലോകാവസാനം വരെ അദ്ദേഹം ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അവിടെയും വിരൂപനായ ഭയങ്കര പേടി തോന്നിപ്പിക്കുന്ന ഒരു ഒരു വ്യക്തി ഈ കബറാളിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഈ കബറാളി ചോദിക്കും, മൻ അന്ത, നീ ആരാണ്? അപ്പോൾ അയാൾ അന അമലുക്കൽ ഹബീസ്, നീ ചെയ്ത ചീത്ത പ്രവർത്തനങ്ങൾ, നിൻ്റെ തെറ്റുകുറ്റങ്ങളും പാവങ്ങളുമാണ്, ഞാനാണ് നിനക്ക് കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയും അവിടെ ഹാജരാവുകൾ ഉണ്ടായി. ഇനി അടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കാലത്ത് ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അടുക്കൽ ഒരിക്കൽ വന്നു. ഇന്ദി ഇംറാത്തുൻ യഹൂദി, ഒരു യഹൂദി പെണ്ണ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. വഹിയ തഖൂലു, അവൾ പറഞ്ഞു, ഇന്നക്കും തുഫ്തനൂന ഫിൽ ഖുബൂർ, നിങ്ങളൊക്കെ കബറിൽ ശിക്ഷ അനുഭവിക്കുന്നവരാണ്, നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നവരാണ്, അവർ ശിക്ഷ അനുഭവിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം തോന്നിയതാണ്. എന്നിട്ട് ഇന്നമാ തുഫ്തുൻ യഹൂദു, യഹൂദികളാണ് കബറിൽ ശിക്ഷ അനുഭവിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തറപ്പിച്ചാണ് പറഞ്ഞു. ഇന്നമക്ക് അങ്ങനെ അർത്ഥമുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫലബിസിന ലയാലി, കുറേ ദിവസം കഴിഞ്ഞപ്പോൾ സുമ്മക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, ഇന്നഹു ഊഹിയ ഇലയ്യ, എനിക്ക് വഹി നൽകിയിട്ടുണ്ട് ആയിഷ, എന്ത്, അന്നക്കും തുഫ്തനൂന ഫിൽ ഖുബൂർ, എല്ലാവരും, നിങ്ങളും അവരും ജൂതന്മാരും നമ്മളും എല്ലാവരും ഖബറിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, ഖബറിൽ ശിക്ഷയുണ്ട്. കാലത്ത് ആയിഷ പറയുന്നു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബഅദു, ഇതിന് ശേഷം യസ്തഇദു മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയെക്കൊട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും കാവലിനെ തേടിയിരുന്നു. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യസ്തഇദു മിൻ അദാബിൽ ഖബർ വൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ടും അതുപോലെ തന്നെ ഖബറിലെ അദാബിനെ തൊട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. നമസ്കാരത്തിൽ 17 റക്അത്തിൽ 17 തവണ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതിന് ആയിഷ റളിയല്ലാഹു അൻഹ ദഖലത്ത് യഹൂദിയത്തുൻ അലയ്യ ഫസ്തഹബത്തു ഷൈഅൻ, ഒരു യഹൂദിസ് എൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് അവർ ധർമ്മം ചോദിച്ചു എന്നോട്. അപ്പോൾ ഇപ്പോൾ വഹബത്തുൽ ആയിഷ എന്തോ അവർക്ക് ധർമ്മം ചെയ്തു. അപ്പോൾ കാലത്ത് ആ ജൂതസ്ത്രീ പറഞ്ഞു, അജാറക്കല്ലാഹു മിൻ അദാബിൽ ഖബർ, ഖബറിലെ അദാബിനെ തൊട്ട് അള്ളാഹു നിങ്ങളെ കാക്കട്ടെ. ഈ ജൂതസ്ത്രീയുടെ വിശ്വാസം പോലെ ഒന്നും നമ്മുടെ മുസ്തഫാക്കും കൂട്ടർക്കും ഇല്ല എന്നർത്ഥം. ആ ജൂതസ്ത്രീ ആയിഷാബിനോട് പറയണേ, ഖബറിലെ അദാബിനെ തൊട്ട് അള്ളാഹു നിങ്ങളെ കാക്കട്ടെ എന്ന്, ദാനം ചെയ്യുന്ന പ്രതിഫലമായിട്ടൊരു പ്രാർത്ഥന. ഇത് കാലത്ത് ആയിഷ വഖാ നഫ്സി, എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലൊരു ആശയക്കുഴപ്പമുണ്ടായി, ഒരു ജൂതസ്ത്രീയാണല്ലോ ഇങ്ങനെ പറഞ്ഞത്. ഹത്താജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ ഫദക്കർതു ദാലിക ലഹു, ഈ കാര്യങ്ങൾ ഞാൻ നബിയോട് പറഞ്ഞപ്പോൾ ഫഖാല ഇന്നഹും യുഅദ്ദിബൂന ഫീ ഖുബൂരിഹിം അദാബൻ, എല്ലാവരും അവരും ഖബറിൽ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകും. ലിതസ്മഹുൽ ബഹായിം, മൃഗങ്ങളൊക്കെ അത് കേൾക്കുകയും ചെയ്യും, മനുഷ്യരല്ലാത്ത എല്ലാവരും അത് കേൾക്കും. അപ്പോൾ ഖബറിൽ ശിക്ഷയുണ്ട്, ഖബറിൽ ചോദ്യം ഉണ്ട്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അത് സ്ഥാപിതമായി. ഇനിയും 70ഓളം ഹദീസുകൾ ഇത്തരത്തിലുണ്ട് കേട്ടോ. അതിന് ആയിഷ റളിയല്ലാഹു അൻഹ കാലത്ത് ദഖലത്തിലയ്യ അജൂസത്താനി മിൻ ഉജൂസി യഹൂദിൽ മദീന, മദീനയിലുള്ള വൃദ്ധകളായ 2 വൃദ്ധകൾ എൻ്റെ അടുക്കൽ വന്നു, 2 യഹൂദി വൃദ്ധകൾ എൻ്റെ അടുത്ത് വന്നു. കാലത്ത് അവർ പറഞ്ഞു, ഇന്ന അഹ്ലുൽ ഖുബൂർ യുഅദ്ദിബൂന ഫീ ഖുബൂരി, ഖബറിൻ്റെ ആൾക്കാരൊക്കെ എല്ലാവരും ശിക്ഷിക്കും, ജൂതന്മാരും മുസ്ലിങ്ങൾക്കും ഒന്നും വ്യത്യാസം, എല്ലാവർക്കും ഖബർ ശിക്ഷയുണ്ട്, എല്ലാവരും ഖബർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആയിഷാബി സദക്ന, നിങ്ങൾ എന്താ പറയുക, സത്യം പറഞ്ഞു പറഞ്ഞു. ഇന്നും യുഅദ്ദിബൂന അദാബൻ തസ്മഹുൽ ബഹായിമു കുല്ലഹ, ഈ ഖബറിലുള്ള അദാബ് ശിക്ഷ മൃഗങ്ങളെല്ലാവരും കേൾക്കും. ഫമാർ ഐത്തു സലാത്തം ഇല്ലാത്ത അവത മിൻ അദാബിൽ ഖബർ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് നമസ്കാരത്തിലും ഖബറിൽ ശിക്ഷയെ തൊട്ട് പ്രാർത്ഥന കാവലിനെ തേടാതെ ഒരു നമസ്കാരവും ഉണ്ടായിട്ടില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഖുർആനിൽ 2 ആയത്തുകളുണ്ട്, പിന്നെ ഇബ്രാഹിമിലും അതുപോലെ തന്നെ ഗാഫിറിലുമുണ്ട്, ഇത്രയും ഹദീസുകളുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ ഖബർ ശിക്ഷ അംഗീകരിച്ചതാണ്
വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഖബറിൽ ശിക്ഷയുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ അദൃശ്യപരമായ ഗൈബായ കാര്യങ്ങൾ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇതിൽ വിശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചെടുക്കുമാറാവട്ടെ. ഖബർ ശിക്ഷയെ തൊട്ട് നമ്മൾ കഴിയുന്നത്ര എല്ലാ സമയത്തും പ്രാർത്ഥിക്കണം. നമസ്കാരത്തിനും അല്ലാതെയും ഖബറിലെ ശിക്ഷയെ തൊട്ട് കാക്കണേ, ഖബറിലെ അദാബിനെ തൊട്ട് കാക്കണേ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹു നമ്മളെ ആ ഖബർ ശിക്ഷയെ തൊട്ട് നമ്മളെയും നമ്മളെ മാതാപിതാക്കളെയും എല്ലാവരെയും മരിച്ചുപോയവരെല്ലാവരെയും ഖബറിലെ അദാബിനെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ. നം സാലിഹ, അവർ പൊതു മണവാളന്മാരായി ഉറങ്ങുകയാണ്. ആ ഉറക്കം ഉണരുകൽ ലോകം അവസാനിക്കുന്ന ആ സമയത്ത് 8ാമത്തെ ഊത്തിലാണ് എല്ലാവരും ഉയർന്നെഴുന്നേൽക്കുക. അതുവരെയും അവരെല്ലാം തന്നെ ആ ആത്മീയമായ ഒരു സുഖത്തിലും ഐശ്വര്യത്തിലുമായിരിക്കും അവർ. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത് നിങ്ങൾ കേട്ടവരൊക്കെ ഷെയർ ചെയ്യണം. മുസ്തഫ മൗലവി ഒന്ന് കേട്ടോട്ടെ. ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ ഇനിയും തെളിവുണ്ട്. അത്തരക്കാരൊക്കെ അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കട്ടെ. അവരെ ഷെയറിനെ തൊട്ട് ഈ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈമാൻ കിട്ടി മരിക്കുവാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഖബറിലെ ശിക്ഷയെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.